നമസ്കാരം. വടകരയിലെ വിവാദമായ MDMA കേസിൽ പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നതിനിടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വികാരാധീനനായി പ്രധാന പ്രതികളിൽ ഒരാളായ അധ്യാപിക കീർത്തന. ഞാനൊരു അധ്യാപികയാണ്, ഒരു ആൺകുട്ടിയുടെ അമ്മയാണ്. ഞാൻ ആർക്കും MDMA കൊടുത്തിട്ടില്ല. കോടതിയിൽ ഞാൻ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് എടുത്തു നോക്കണം. ഞാൻ തെറ്റുകാരിയല്ല, പോലീസ് പറയുന്നത് വിശ്വസിക്കരുത് എന്നാണ് കോടതി വളപ്പിൽ വെച്ച മാധ്യമപ്രവർത്തകരോടും കോടതിയിലുമൊക്കെ കീർത്തന പ്രതികരിച്ചത്. വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ പ്രതിയായ കീർത്തനയുടെ ജാമ്യാപേക്ഷ തള്ളിയ കോടതി ഇവരെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകാൻ ഉത്തരവിട്ടു. അനാഥാലയത്തിലെ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ലഹരിമരുന്ന് എത്തിച്ചു നൽകിയെന്ന ആരോപണം പൂർണ്ണമായും നിഷേധിക്കുകയാണ് കീർത്തന ചെയ്തത്. എന്നാൽ ശാസ്ത്രീയ തെളിവുകളുടെയും ഡിജിറ്റൽ രേഖകളുടെയും പിൻബലത്തിലാണ് പോലീസിന്റെ നടപടികളെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. കീർത്തനയെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം കേസിൽ ഉൾപ്പെട്ട മറ്റു പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ലഹരി ശൃംഖലയുടെ ആഴവും സാമ്പത്തിക ഇടപാടുകളും വ്യക്തമാകണമെങ്കിൽ അധ്യാപികമാരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. തുടർന്നാണ് 2 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചത്. കേസിന്റെ ഉറവിടം തേടിയുള്ള അന്വേഷണത്തിൽ ലഹരിമരുന്ന് എത്തിച്ചു നൽകിയ പ്രധാന കണ്ണികളെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ്. വടകരയിലെ സിന്തറ്റിക് ലഹരി വിതരണ ശൃംഖലയുടെ പിന്നിൽ വലിയൊരു നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പോലീസ് നിഗമനം. വിദേശത്തു നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്ന റാക്കറ്റിലെ പ്രധാനികളെ കുടുക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. കേസിൽ പിടിയിലായ അധ്യാപികമാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് വൻ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായും പോലീസ് കണ്ടെത്തിയിരുന്നു. ലഹരി വിൽപ്പനയുടെ ലഭിച്ച തുക ഇവരുടെ അക്കൗണ്ടുകളിലൂടെയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടത്. ബാങ്ക് വിവരങ്ങൾ, ഗൂഗിൾ പേ ട്രാൻസാക്ഷനുകൾ, ഫോൺ കോൾ വിശദാംശങ്ങൾ എന്നിവ പരിശോധിച്ച ശേഷമാണ് കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നത്. പേരാമ്പ്ര BRCയിലെ സ്പെഷ്യലിസ്റ്റ് കായിക അധ്യാപികയായിരുന്ന കീർത്തനയെ കൂടാതെ മറ്റ് അധ്യാപികമാരായ കാവ്യ, നീഷ്മ എന്നിവരും കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. ലഹരി വിതരണക്കാർ സാമ്പത്തിക ഇടപാടുകൾക്കായി സ്ത്രീകളെയും അധ്യാപികമാരെയും മറയാക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രധാന കണ്ടെത്തൽ. അധ്യാപികമാർ ലഹരി ഉപയോഗിച്ചിരുന്നതായും പോലീസിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് കേസിൽ ഉൾപ്പെട്ട അധ്യാപികമാരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു കഴിഞ്ഞു. ലഹരിക്കെതിരായ ബോധവൽക്കരണ പരിപാടികളിൽ സജീവമായി പങ്കെടുത്തവരാണ് ഈ അധ്യാപികമാർ എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. സ്കൂൾ പരിസരങ്ങളിലോ മറ്റ് വിദ്യാർത്ഥികൾക്കിടയിലോ ഇവർ ലഹരി എത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് പ്രത്യേകം പരിശോധിക്കുന്നുണ്ട്. അധ്യാപികമാരെ മധ്യസ്ഥരാക്കി ലഹരി വ്യാപാരം നടത്തിയ കേസിൽ വയനാട് ബത്തേരി സ്വദേശിയായ ഷിൻഡോ ഷിബു ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഇടപാടുകാരുമായി ഇവർ ബന്ധപ്പെട്ടിരുന്നത്. പണം ലഭിച്ചാൽ പറഞ്ഞ സ്ഥലങ്ങളിൽ എത്തിച്ചു നൽകുന്ന ശൈലിയാണ് സംഘം പിന്തുടർന്നിരുന്നത്. വടകര കേന്ദ്രീകരിച്ച് നടന്ന ഓപ്പറേഷൻ തൂഫാൻ മിന്നൽ പരിശോധനയിലൂടെയാണ് 2 ഗ്രാം MDMAയുമായി ഒരു യുവാവ് ആദ്യം പിടിയിലാവുന്നത്. ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ലഹരി ശൃംഖലയിലെ അധ്യാപികമാരുടെ പങ്കിനെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. തുടർന്നാണ് അന്വേഷണം മറ്റ് പ്രതികളിലേക്ക് നീണ്ടത്.